ഖുർആൻ ക്ലാസ്സിൽ സൂറത്തു നിസായിലെ 11-12 വാക്യങ്ങളിലെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. അനന്തരാവകാശം വിഹിതം വെക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞ കണക്കനുസരിച്ച് വിഹിതം വെക്കാൻ കഴിയാത്ത, പ്രായോഗികമാക്കാൻ കഴിയാത്ത നിരവധി സന്ദർഭങ്ങൾ വരുന്നുണ്ട് എന്നും അത്തരം സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യൻ്റെ യുക്തിക്കനുസരിച്ച് പരിഹാരം കാണുകയാണ് ഉണ്ടായത് എന്നും നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് ചില എക്സെപ്ഷണൽ കേസുകളല്ലേ എന്നൊക്കെ ചില ആളുകൾ അതിൻ്റെ താഴെ പ്രതികരിച്ചതായി കണ്ടു. അതിനവർ പറയുന്ന ഉദാഹരണം, വുളു എടുക്കുമ്പോൾ 2 കൈയും കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു കൈ ഇല്ലാത്തയാൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെയുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കേസല്ലേ ഇത്, അപവാദം എന്ന് പറയാവുന്ന തരത്തിലുള്ള കേസല്ലേ എന്നൊക്കെയാണ് ചിലരുടെ വാദം. എന്നാൽ അത് ശരിയല്ല. വളരെ സർവ്വസാധാരണമായി തന്നെ സംഭവിക്കാൻ ഇടയുള്ള നിരവധി സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെ അബ്ദുൽ അലി മാഷിൻ്റെ പുസ്തകത്തിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളും അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ പല സന്ദർഭങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സെപ്ഷണൽ ആയി വരുന്ന കേസ് മാത്രമല്ല, സാധാരണമായി തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കേസുകൾ ഇതിനകത്ത് ധാരാളം വരുന്നുണ്ട്. അതാണ് അനന്തരാവകാശത്തിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിമർശനത്തിൻ്റെ ഒരു പ്രസക്തി. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത്, ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ഭിന്നസംഖ്യകളുടെ അനുപാതത്തോട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു റേഷ്യോ കണ്ടെത്തി എല്ലാവർക്കും അതിൽ നിന്ന് കുറവ് വരുത്തിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വരുത്തിയിട്ടൊക്കെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. അതാണ് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുക. ഖുർആനിൽ പറഞ്ഞത് പൂർണ്ണമായിട്ടും പ്രായോഗികമാക്കാൻ കഴിയില്ല. അതിൽ 6-1, 8-1 എന്നൊക്കെ പറഞ്ഞാൽ ആ 6-1-ൻ്റെയും 8-1-ൻ്റെയും ഒക്കെ കുറഞ്ഞ വിഹിതം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആ കണക്കിലുള്ള ഒരു അപാകത. എന്തായാലും മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷേ സർവജ്ഞാനിയും സർവകാര്യങ്ങൾക്കും സർവകാലത്തേക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ആളുമായ ദൈവത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അപ്രായോഗികമായ ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് നമ്മുടെ ഒരു വിമർശനത്തിൻ്റെ കാതൽ. ഇസ്ലാമിക നിയമങ്ങൾ, അതിൻ്റെ കർമ്മശാസ്ത്ര നിയമസംഹിത ചട്ടങ്ങൾ ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് തന്നെ ഖുർആനിലെ നിരവധി അവ്യക്തമായ നിർദ്ദേശങ്ങളുടെയും അതിന് വിശദീകരണമായി പ്രവാചകൻ്റേതായി വന്നിട്ടുള്ള ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണെങ്കിലും ഖുർആനിലോ ഹദീസിലോ ഒന്നും തന്നെ വ്യക്തതയില്ലാതെ പോയതുകൊണ്ട് പല കാര്യങ്ങളിലും മനുഷ്യർക്ക് സ്വന്തം യുക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടതായി വന്നിട്ടുണ്ട്. അത്തരം യുക്തി ഉപയോഗിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയ ഇമാമുമാർക്ക് അക്കാരണങ്ങൾ കൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഭിന്ന അഭിപ്രായങ്ങൾ ഇന്നും ഇമാമുകളുടെ മദ്ഹബുകളിലും സംഘടനാ ഗ്രൂപ്പുകളിലുമൊക്കെ ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്വത്തവകാശം വീതം വെക്കുന്ന കാര്യത്തിൽ തന്നെ സുന്നി ഷിയാക്കൾ തമ്മിൽ 2 രീതി അവലംബിക്കുന്നതിൻ്റെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തു. അതുപോലെ പല കാര്യങ്ങളിലും വ്യക്തതയില്ലാത്തതുകൊണ്ടും വൈരുദ്ധ്യം നിലനിൽക്കുന്നതുകൊണ്ടും കൃത്യമായ നിയമങ്ങൾ ഏകകണ്ഠമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് രൂപം നൽകിയ ഇമാമുകൾക്കോ പണ്ഡിതന്മാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു സവിശേഷത. ഇത് 1-2 കാര്യത്തിലല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം ഒരു കാര്യവും ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പ്രവാചകൻ വ്യക്തമായി വിശദീകരിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് കർമ്മശാസ്ത്രങ്ങളും നിയമങ്ങളും ഒക്കെ ഇതിനകത്ത് നിന്ന് കടഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ കൗതുകമുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച 12-ാം ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. 12-ാമത്തെ ആയത്തിൽ നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോകുന്ന എന്നൊരു പ്രയോഗമുണ്ട്. ഈ സ്വത്തിൻ്റെ കാര്യം പറയുന്നിടത്ത് ഭാര്യമാർ വിട്ടേച്ചു പോയ എന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രയോഗം എങ്ങനെയാണ് ഒരു കർമ്മശാസ്ത്ര നിയമത്തിന് ഉപയോഗപ്പെടുത്തിയത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശം വിവരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാർ വിട്ടുപോയ സ്വത്തിൽ എന്ന് വിവരിച്ചതിനാൽ ഭാര്യ ഭർത്തൃ ബന്ധം മരണശേഷവും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന് മയ്യിത്ത് കുളിപ്പിക്കൽ അനുവദനീയമാണ് എന്ന് ഇമാം ഷാഫി അഭിപ്രായപ്പെടുന്നു.
മരണത്തോടെ ഭാര്യാഭർത്തൃ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് എന്നും അതിനാൽ ഭാര്യയുടെ ജനാസ കുളിപ്പിക്കൽ ഭർത്താവിന് അനുവദനീയമല്ലെന്നുമാണ് ഇമാം അബൂ ഹനീഫയുടെ വാദം. നോക്കൂ, ഭാര്യ മരിച്ചാൽ ഭർത്താവ് മയ്യത്ത് കുളിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ രണ്ട് മദ്ഹബുകൾ, രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു മദ്ഹബ് ഭാര്യ മരിച്ചാലും കുളിപ്പിക്കാം എന്ന് പറയാൻ കാരണമായിട്ടെടുത്തത് അനന്തരാവകാശ സ്വത്തിൻ്റെ കാര്യം പറയുന്നിടത്ത് നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യമാർ മരിച്ചു കഴിഞ്ഞാലും അവർ ഭാര്യമാർ തന്നെയാണ് എന്നതിന് അതാണ് തെളിവായിട്ടെടുക്കാവുന്നത്. അതുകൊണ്ട് ഭാര്യ മരിച്ചാൽ കുളിപ്പിക്കാം എന്ന് ഷാഫി ഇമാം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇമാം അബൂ ഹനീഫ ഹനഫി മദ്ഹബിൻ്റെ ആൾക്കാർ പറഞ്ഞത് അങ്ങനെയല്ല, മരണത്തോടുകൂടി ഭാര്യാഭർത്തൃ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് പിന്നെ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഭർത്താവിന് പാടില്ല എന്ന് അവരും വിധിച്ചു. അപ്പോൾ ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഒരു നിയമമുണ്ടാക്കാൻ നബിയുടെ ഒരു ഹദീസോ ഖുർആനിലെ ഒരു ആയത്തോ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് മറ്റൊരു വിഷയം പറയുന്ന ഖുർആൻ വാക്യത്തിലെ ഒരു ഭാഷാപ്രയോഗം മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു നിയമം ഒരാൾ കടഞ്ഞെടുക്കുന്നു. എന്നാൽ നബിയുടെ തന്നെ മറ്റു ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറ്റു ചില ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല എന്ന് തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എന്ന് ഇമാം അബൂ ഹനീഫ വിധി നൽകുന്നു. ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ലോകാവസാനം വരെയുള്ള മനുഷ്യർ ഈ വക എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 23 കൊല്ലത്തെ ജീവിതം തന്നെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട്, ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുകയാണ് പ്രപഞ്ചസൃഷ്ടാവായ ദൈവം മുഹമ്മദിനെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്ത്യദൂതനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് മതത്തിൻ്റെ ഒരു വ്യാഖ്യാനം. അതിനു വേണ്ടിയിട്ടാണ് 6 വയസ്സുള്ള ആയിഷയെ 53 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിക്കുന്നതും 9ാമത്തെ വയസ്സുള്ളപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നതും ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ പ്രവാചകൻ്റെ ചര്യകൾ എന്തൊക്കെയായിരുന്നു എന്ന് പിന്നീട് വരുന്ന സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് എന്ന് വ്യാഖ്യാനിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആയിഷയുടെ പ്രായവുമായി ബന്ധപ്പെട്ട വിമർശനം വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ പറയുന്നൊരു വാദമാണത്. ആയിഷ ഉണ്ടായതുകൊണ്ടാണ് ഒരുപാട് ഹദീസുകൾ നമുക്ക് കിട്ടിയത്, നബിചര്യകളെക്കുറിച്ച് ഒരുപാട് അറിവ് നമുക്ക് കിട്ടിയത് എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് പോലും അള്ളാഹു ഈ 6 വയസ്സായ കുട്ടിയെ 53 വയസ്സുള്ള മുഹമ്മദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വൃത്തികേട് വരെ ചെയ്തുകൊണ്ട് അള്ളാഹു ഈ നാടകം പൂർത്തിയാക്കിയത് എന്തിനാണ്? ശരീഅത്ത് നിയമത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ശരിയായി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡസൻ കണക്കിന് ഭാര്യമാരുണ്ടായിരുന്ന മുഹമ്മദിൻ്റെ ഏതെങ്കിലും ഒരു വയസ്സായ ഭാര്യയെങ്കിലും മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് മരിക്കേണ്ടതായിരുന്നില്ലേ? എന്തേ ആ അള്ളാഹുവിൻ്റെ നാടകത്തിൽ വയസ്സായ ഒരു ഭാര്യയെ പോലും മരിക്കാൻ വിടാതിരുന്നത്? അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ, അപ്പം മരിച്ചിട്ടുണ്ട് ഒരാൾ, അത് പക്ഷേ മക്കയിലാണ്, ഖദീജ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഖദീജ മരിക്കുമ്പോൾ ഇസ്ലാമും ശരീഅത്തും നിയമമൊന്നും വന്നിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ പായ്യാരം പറച്ചിലും തൗഹീദ് പറച്ചിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മക്കയിലെ ഖുറൈശികളെ തെറി പറയൽ മാത്രമായിരുന്നു 13 കൊല്ലം അള്ളാൻ്റെ പണി. അന്ന് ഈ നിയമങ്ങളും ചട്ടങ്ങളൊന്നുമില്ല. അതൊക്കെ ഉണ്ടാവുന്നത് മദീനയിൽ ഇദ്ദേഹത്തിന് അധികാരം കിട്ടിയതിന് ശേഷമാണ്. അധികാരം കിട്ടിയതിന് ശേഷം ഇദ്ദേഹം കല്യാണങ്ങൾ ഓരോന്നും നടത്തിയിട്ടുള്ളത് ഓരോ കല്യാണത്തിലൂടെയും ഓരോ ഭാര്യയിലൂടെയും ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ന്യായം പറയുന്നവർ അങ്ങനെയായിരുന്നെങ്കിൽ അള്ളാഹു ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് വയസ്സായ സൗദയെങ്കിലും മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് മരിപ്പിക്കുകയും എന്നിട്ട് മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് അവിടെ ഉണ്ടാക്കുകയും ചെയ്യാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഭാര്യ മരിച്ചാൽ ഭർത്താവ് കുളിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് തർക്ക വിഷയമാവാൻ കാരണം എന്താണ്? അതേക്കുറിച്ച് മുഹമ്മദ് ഒരു കാര്യം എവിടെയും പറഞ്ഞില്ല. അത് പറയേണ്ടതായ ഒരു സന്ദർഭം മുഹമ്മദിൻ്റെ ജീവിതത്തിലുണ്ടായില്ല. അതുണ്ടായിരുന്നെങ്കിൽ പറയാതെ തന്നെ മനസ്സിലാവുമായിരുന്നു മുഹമ്മദിൻ്റെ ഭാര്യ മരിച്ചു, മുഹമ്മദ് മയ്യത്ത് കുളിപ്പിക്കാതെ മാറിയിരുന്നു എങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റും. അതല്ല, മുഹമ്മദ് മയ്യത്ത് കുളിപ്പിച്ചു എങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാം, ഹലാലാണ് എന്നും തീരുമാനിക്കാം. അപ്പോൾ
ഒരു ഭാര്യ മരിച്ചിട്ടില്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു സംഭവം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടാനില്ലാത്തത് കൊണ്ട്, മുഹമ്മദ് അത്തരം ഒരു നിർദ്ദേശം മറ്റുള്ളവരുടെ കാര്യത്തിൽ പോലും പറഞ്ഞതായിട്ട് ഹദീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഖുർആൻ വാക്യത്തിൻ്റെ ഒരു മൂല പെറുക്കിക്കൊണ്ടെന്നിട്ട് അതിൽ അനന്തരാവകാശത്തിൻ്റെ കാര്യം പറയുന്നിടത്ത് വിട്ടേച്ചു പോയ ഭാര്യമാർ എന്നൊരു പ്രയോഗം എടുത്തിട്ട് ഒരു മദ്ഹബ് ഇമാമ് ഭാര്യയെ മയ്യത്ത് കുളിപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുന്നത്. വേറൊരു മദ്ഹബ് ഇമാമ് കുളിപ്പിക്കാൻ പാടില്ല, ഭാര്യാഭർത്തൃ ബന്ധം മരിക്കുന്നതോടുകൂടി ഇല്ലാതാവും എന്നും വ്യാഖ്യാനിച്ചിരിക്കും. അള്ളാഹു ഒരു മതമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചു എന്ന് പറയുന്ന വാദം ഇവിടെ പൊളിയാണ്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇസ്ലാമിലെ കർമ്മശാസ്ത്രം അനുസരിച്ച് ആ പ്രധാനപ്പെട്ട കാര്യം സമുദായത്തെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ഒരായത്തിറങ്ങിയില്ല, എന്തുകൊണ്ട് ഒരു ഹദീസ് ഇറങ്ങിയില്ല, എന്തുകൊണ്ട് അത് പഠിപ്പിക്കാൻ സന്ദർഭം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നബിയുടെ ഒരു വയസ്സായ ഭാര്യ പോലും നബി മരിക്കുന്നതിന് മുമ്പ് മരിച്ചില്ല. കാരണം ഇതൊക്കെ അള്ളാഹ് ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുകയാണ് മനുഷ്യർക്ക് ലോകാവസാനം വരെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കർമ്മശാസ്ത്ര വിധിക്ക് ആധാരമായ ഒരു സന്ദർഭം മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അള്ളാഹുവിൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതല്ലേ അത്. ഇനി നമുക്ക് ഈ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുള്ള ആയത്തിന് ശേഷം വന്നിട്ടുള്ള 2 ആയത്തുകൾ നോക്കാം. 13-ാമത്തെ ആയത്ത്, തിൽക ഹുദൂദുല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അളീം. അള്ളാഹുവിൻ്റെ നിയമപരിധികളാകുന്നു ഇവയൊക്കെ. ഏതൊരാൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവനെ അള്ളാഹു താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ വിജയം. ഇനി അടുത്ത വാക്യം കൂടെ വായിക്കാം. 2ഉം ഇരട്ടകളായി നിൽക്കുന്ന വാക്യങ്ങളാണ്. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. 14 ആർ അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയും അവൻ്റെ പരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കും. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അപമാനകരമായ ശിക്ഷയാണ് അവനുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ, അത് പാലിച്ച് ജീവിച്ചവർക്ക് അരുവികൾ ഒഴുകുന്ന, കള്ളൊഴുകുന്ന തോട്ടം അവിടെ നിത്യവാസത്തിനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ആരെങ്കിലും ലംഘിച്ചാൽ അവർക്ക് നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഭീഷണിയാണ് ഈ അനന്തരാവകാശത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അവതരിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് സുന്നി തഫ്സീറായ കൂറ്റനാടിൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മേൽക്കാണിച്ച അനന്തരാവകാശ വിഹിതങ്ങളെല്ലാം സർവജ്ഞനായ അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അതനുസരിക്കുന്നവർക്ക് ശാശ്വതമായ സ്വർഗമുണ്ടെന്നും വല്ല കുയുക്തിയും പ്രവർത്തിച്ച് അവൻ്റെ നിയമങ്ങൾ മറികടക്കുന്നവർക്ക് ഭയങ്കരമായ നരകശിക്ഷയുണ്ടെന്നും അള്ളാഹു ഉണർത്തിയിരിക്കുകയാണ്. അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നിൽ ഇത്തരമൊരു പരാമർശം വന്നത് പ്രത്യേകം ശ്രദ്ധേയമായിരിക്കുന്നു. അതായത് ഇസ്ലാം സാമ്പത്തിക കാര്യങ്ങളിലും ദായക്രമങ്ങളിലുമൊക്കെ കൈകടത്തുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന ഉൽപ്പതിഷ്ണുക്കൾ ഉണ്ടായേക്കാം. നിർണയിക്കപ്പെട്ട് കഴിഞ്ഞ ഓഹരികളിൽ അപാകത ദർശിക്കുന്നവരായിരിക്കും മറ്റു ചിലർ. അത്തരം ചിന്താഗതികൾ ഇസ്ലാമിൻ്റെ സമഗ്ര സ്വഭാവത്തെപ്പറ്റി അറിയാത്തവരിലാണ് ഉണ്ടാവുക. അതിനാൽ ഈ നിയമങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പരിധികളാണെന്നും സാമ്പത്തിക കാര്യങ്ങളാണെന്ന് കരുതി സ്വന്തം ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിച്ചുകൂടെന്നും ഈ നിയമങ്ങളുടെ പ്രയോഗവൽക്കരണത്തിലാണ് ശാശ്വത വിജയമെന്നുമൊക്കെ ഉണർത്തിയിരിക്കുകയാണ്. ഇവിടെ ചില ഒളിയമ്പുകൾ പോലെയാണ് ഈ മുസ്ലിയാർ ഈ വ്യാഖ്യാനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ ചില അപാകതകളുണ്ട്, അതിൽ ചില മനുഷ്യത്വരഹിതമായ കാര്യങ്ങളുണ്ട്, അതിൽ വിവേചനങ്ങളുണ്ട്, അതിൽ അനാഥരോട് അനീതി കാണിക്കുന്നുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ മതരംഗത്ത് തന്നെ
പല പണ്ഡിതന്മാരും പല കാലത്തും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചേകനൂർ മൗലവിയെ പോലുള്ള ആളുകൾ അനാഥരായ പേരക്കുട്ടികൾക്ക് അനന്തരാവകാശമില്ല എന്ന കാര്യത്തിൽ വളരെയധികം വിമർശനങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായി കാണാം. ചില മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയതായിട്ടും കാണാം. അതൊന്നും ശരിയല്ല. അള്ളാഹുവിൻ്റെ നിയമത്തിൽ എന്ത് അപാകത ഉണ്ടെങ്കിലും അത് അതുപോലെ അനുസരിക്കുകയാണ് വേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പെൺമക്കൾ മാത്രമുള്ള രക്ഷിതാക്കൾ, അത് ഈ സുന്നി പണ്ഡിതനായാലും ശരി, മുജാഹിദ് പണ്ഡിതനായാലും ശരി, ജമായത്ത് നേതാവായാലും ശരി, ഇവരുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, അത്തരം സാഹചര്യമുണ്ടെങ്കിൽ ഇവരൊക്കെ ഇന്ന് ഇതിൽ ആരോപിക്കുന്നത് പോലെയുള്ള കുറുക്കു വഴി തേടുകയാണ് ചെയ്യാറുള്ളത്. പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ സ്വത്തുക്കൾ മുഴുവൻ മക്കളുടെ പേരിലാക്കാൻ വേണ്ടി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴി അന്വേഷിക്കും രക്ഷിതാക്കൾ. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അന്യാധീനപ്പെട്ടു പോകും. ഈ കുടുംബവുമായി നേരിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ലാത്ത മരിച്ചയാളുടെ സഹോദരനോ സഹോദരൻ്റെ മക്കളൊക്കെ ആയിരിക്കും പിന്നീട് അവകാശികളായി മാറുക. എന്നാൽ ആൺകുട്ടി ഉണ്ടെങ്കിലോ ഒരു പ്രശ്നമില്ല, മക്കൾക്ക് തന്നെ കിട്ടും. ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ പകുതി സ്വത്ത് പുറത്തേക്ക് പോകും. 2 പെൺകുട്ടികളോ 3 പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ 3-ൽ 2 ആ പെൺകുട്ടികൾക്ക് വീതം വെച്ചിട്ട് ബാക്കി 3-ൽ 1 എളാപ്പാക്കോ മൂത്താപ്പാക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ കൊടുക്കണം എന്നാണ് ഇസ്ലാം നിയമം. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കൾക്ക്, അവർ പെൺമക്കളാണെങ്കിൽ പോലും അവനവൻ്റെ സ്വത്ത് മുഴുവൻ കിട്ടണം എന്ന ആഗ്രഹം കൊണ്ട് പല രക്ഷിതാക്കളും മതപണ്ഡിതന്മാരുൾപ്പെടെ മത നേതാക്കന്മാരുൾപ്പെടെ ഇന്ന് കുറുക്ക് വഴി അന്വേഷിക്കുന്നത് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരിട്ട് തന്നെ അത്തരം ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. മുജാഹിദിൻ്റെയും സുന്നിയുടെയും ജമാഅത്തിൻ്റെ ഒക്കെ നേതാക്കന്മാർ അത്തരത്തിൽ ചെയ്തതായിട്ട് കാണാം. ഇന്നിപ്പോൾ സാധാരണക്കാരായ മുസ്ലിം കുടുംബങ്ങൾ പല കുടുംബങ്ങളിലും ഇതിനെ മറികടക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് പൂർണ്ണമായ അവകാശം കിട്ടാൻ വേണ്ടിയിട്ടും ഇസ്ലാമിക ശരീഅത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പഴയ കല്യാണങ്ങളൊക്കെ രജിസ്റ്റർ ഓഫീസിൽ പോയി സ്പെഷ്യൽ മാരേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന കോമഡിയാണ് കേരളത്തിലുടനീളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 ആയിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങൾ ഇന്ന് അത്തരത്തിൽ വിവാഹം മാറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? പെൺമക്കൾ മാത്രമുള്ള കുടുംബങ്ങളിൽ ഈ മരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കൾ മുഴുവൻ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും എളാപ്പാക്കും മൂത്താപ്പാക്കും വല്ലിപ്പാക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ തരികിടകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമം സ്വന്തം മക്കളോട് നീതി പുലർത്തുന്നില്ല എന്നും അത് ഇന്നത്തെ കുടുംബ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും അതിലെന്തോ അപാകതയുണ്ട് എന്നും മുസ്ലിം വിശ്വാസികൾ തന്നെ കരുതുന്നു എന്നതാണ് പ്രശ്നം. ഇവിടെ മൊലിയാർ പറയുന്നത് അങ്ങനെയൊന്നും കരുതിയിട്ട് നിങ്ങൾ ചുളുക്കുവിദ്യൊന്നും നടത്താൻ പോവണ്ട, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ അള്ളാഹുവിൻ്റെ ഭീഷണിയുണ്ട്, നിങ്ങൾ നരകത്തിലായിരിക്കും എന്ന്. നേരെ മറിച്ച് അള്ളാഹു എന്ത് അനീതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എത്ര അപ്രായോഗികമായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളെങ്കിലും അതങ്ങ് അനുസരിച്ചാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന വാദമാണ് ഖുർആൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ പരിമിത ബുദ്ധി, ആ പരിമിത ബുദ്ധി കാരണമാണ് അള്ളാഹു ഇങ്ങനെയുള്ള വെളിപാടൊക്കെ ഇറക്കി തന്നത് എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങൾ, ഈ സ്വത്തവകാശം പോലുള്ള കാര്യങ്ങളും അതുപോലെയുള്ള ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന നിരവധി കാര്യങ്ങളും മനുഷ്യൻ്റെ സാമാന്യ യുക്തി കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ പോലും അനാവശ്യമായ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോവുകയും പരിഹാരമില്ലാത്ത രീതിയിലാക്കി, പ്രായോഗികമല്ലാത്ത രീതിയിലാക്കുകയുമാണ് ഈ ഖുർആൻ ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ്റെ യുക്തി കൊണ്ട് മനുഷ്യന് നിർദ്ധരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് ദൈവം വെളിപാടായി ഇറക്കിയിട്ടുള്ളതെങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിലെ 90% കാര്യങ്ങളും ആവശ്യമില്ലാത്തതാണ്. കാരണം ആ പരിധിയിൽ വരുന്നതല്ല, മനുഷ്യൻ്റെ യുക്തിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നേരെ മറിച്ച് പരലോകം, സ്വർഗം, നരകം, അള്ളാഹു, മലക്ക്, ജിന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതെങ്കിൽ അതൊന്നും മനുഷ്യൻ്റെ യുക്തിയുടെയോ അന്വേഷണത്തിൻ്റെയോ പരിധിയിൽപ്പെടാത്ത കാര്യമാണ് എന്ന നിലക്ക് വേണമെങ്കിൽ നമുക്ക് അന്ധമായി വിശ്വസിക്കാം. പക്ഷേ സ്വത്തവകാശം വീതം വെക്കുന്ന കാര്യവും അതുപോലെയുള്ള മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ സാമാന്യ യുക്തി കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമൊക്കെ ഇതിനകത്ത് പറഞ്ഞ സ്ഥിതിക്ക് അപ്പറഞ്ഞതൊക്കെ നമ്മുടെ ഈ സാമാന്യ യുക്തിക്കനുസരിച്ച് പരിശോധിച്ചാൽ തന്നെ നമ്മുടെ നിലവാരത്തിൽ ഉയർന്നതായിരിക്കണ്ടേ. പക്ഷേ ഖുർആനിൽ പലതും നമ്മുടെ യുക്തി നിലവാരത്തിലും താഴെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് പടച്ചോനുണ്ടാക്കിയതാണ് എന്നാണോ അതോ മനുഷ്യനുണ്ടാക്കിയതാണ് എന്നാണ്. ഇവിടെ സ്വത്തവകാശം പോലുള്ള കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ പറ്റാത്ത രീതിയിൽ കണക്ക് പറഞ്ഞിട്ട് അത് പ്രായോഗികമാക്കാത്തവരെ നരകം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം?
അതൊരു കീലേരി അച്ചു ഒരു ഗുണ്ടയായി വന്നിട്ട് നിങ്ങളെ പാറ വിഴുങ്ങണം എന്ന് പറയുകയും ആ പാറ വിഴുങ്ങാൻ പറ്റൂല എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറയുകയും ചെയ്യുന്ന ആ ഗുണ്ടായിസം പോലെയല്ലേ, ക്രൂര വിനോദമല്ലേ ഇത്? മനുഷ്യർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത രീതിയിൽ കണക്കുകൾ പറയുകയും എന്നിട്ട് ആ കണക്കനുസരിച്ച് ചെയ്തില്ല എങ്കിൽ നരകത്തിലിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ക്രൂരനായ ഗുണ്ടയായിട്ടാണ് ഇവിടെ ഈ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്നല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറയുക, അത് ചെയ്തില്ലെങ്കിൽ നരകത്തിലിട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നീതിമാനായ ഒരു ദൈവത്തിന് ഭൂഷണമാവുക? ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. 15-ാമത്തെ ആയത്ത്. ഇത് ഖുർആൻ്റെ ദൈവീകതയെ പൊളിച്ചടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഖുർആനിലെ ഈ വാക്യവും ഇതിൻ്റെ തൊട്ടടുത്ത 16-ാം വാക്യവും അതുകൂടാതെ വേറെ ചില വാക്യങ്ങളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് 4 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തമ്പനെയിലിൽ തന്നെ ഞാൻ മതപണ്ഡിതന്മാർക്ക് മറുപടി ഉണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരൊറ്റ വിഷയം കൊണ്ട് ഖുർആൻ്റെ ദൈവീകത അടപടലം പൊളിച്ചടക്കുന്നു എന്നായിരുന്നു ഞാൻ അതിന് ടൈറ്റിൽ കൊടുത്തിരുന്നത്. എന്നിട്ട് മതപണ്ഡിതന്മാർക്ക് മറുപടി ഉണ്ടോ എന്നൊരു ചോദ്യവും തമ്പനെയിലിൽ തന്നെ ചോദിച്ചിരുന്നു. 4 വർഷമായി ആ വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് 1.25 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മതപണ്ഡിതനും ഇന്ന് വരെ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. ആ വിഷയം തന്നെയാണ് നമ്മളിവിടെയും ഇനി ചർച്ച ചെയ്യുന്നത്. 15-ാമത്തെ ആയത്ത്. വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസാഇകും ഫസ്തശ്ഹിദൂ عليهن أربعة منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നുള്ള നീചവൃത്തിക്കെതിരെയായി നിങ്ങൾ 4 പേരെ സാക്ഷി നിർത്തുക. അങ്ങനെ അവർ സാക്ഷി നിന്നാൽ ആ സ്ത്രീകളെ മരണം വരെയോ അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുന്നത് വരെയോ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വയ്ക്കുക. അപ്പം എന്താ പറഞ്ഞത്? സ്ത്രീകളെ അവർ നീചവൃത്തി ചെയ്താൽ, നീചവൃത്തി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരം ചെയ്താൽ എന്നാണ്. അങ്ങനെയാണ് എല്ലാ തഫ്സീറുകളിലും പറയുന്നത്. സ്ത്രീകൾ വ്യഭിചാരം ചെയ്താൽ നിങ്ങൾ 4 സാക്ഷികളെ അന്വേഷിച്ച് കണ്ടെത്തുക. എന്നിട്ട് 4 സാക്ഷികൾ സാക്ഷ്യം പറഞ്ഞാൽ ആ സ്ത്രീകളെ നിങ്ങൾ തൽക്കാലം വീട്ടിൽ പൂട്ടിയിടുക, വീട്ടു തടങ്കലിലിടുക. അവരവിടെ കിടന്ന് മരിച്ചോട്ടെ. അതല്ലെങ്കിൽ അള്ളാഹു ഇതിനൊരു പ്രത്യേക നിയമം പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ അവരവിടെ പൂട്ടിയിടൂ എന്നാണ്. ഇത് താൽക്കാലികമായി ഇറക്കിയ ഒരു ഇടക്കാല ഉത്തരവാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്? വ്യഭിചാരത്തിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ ആയത്തിറക്കിയ ആൾക്ക് ഈ ആയത്തിറക്കുന്ന സമയത്ത് യാതൊരു ആശയവ്യക്തതയും വന്നിരുന്നില്ല. അയാൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരുന്നു, ആലോചിക്കേണ്ടിയിരുന്നു, ആലോചിച്ച് ഒരു നിയമം കണ്ടെത്തേണ്ടിയിരുന്നു. അതിന് സമയം വേണ്ടിയിരുന്നു. ആ സമയം വെച്ചുകൊണ്ട് തൽക്കാലം ഈ വിഷയം പെൻഡിങ്ങിലിടുക. നിങ്ങൾ ആ വ്യഭിചരിച്ചവളെ വീട്ടിൽ തടവിൽ വെക്കൂ. അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ നിയമം വരുന്നത് വരെ, അള്ളാഹിൻ്റെ നിയമം വരികയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പെൻഡിങ്ങിൽ വെക്കുന്ന ആയത്തിറക്കുകയാണ് ഇവിടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു ഈ പെൻഡിങ്ങിൽ വെക്കുന്ന ഏർപ്പാട് എന്തിൻ്റെ ദൃഷ്ടാന്തമാണ്? ഖുർആനിൻ്റെ അവകാശവാദം, ഖുർആനിൻ്റെ ആളുകളുടെ അവകാശവാദം അനുസരിച്ച് അള്ളാഹു മുൻകൂട്ടി പ്രപഞ്ചമുണ്ടാക്കുന്നതിന് മുമ്പ് ആകാശത്ത് തയ്യാറാക്കി വെച്ച പുസ്തകമാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ പുസ്തകത്തിൽ നിന്നുള്ള അവസാനത്തെ വോളിയമാണ് ഖുർആൻ. ഈ ഖുർആനിൽ ഇറക്കേണ്ട ആയത്തുകൾ മുഴുവനും അവിടെ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ജിബ്രീലിനെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു. 7-ാം ആകാശത്തുള്ള ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിലൂടെ അവതരിപ്പിക്കേണ്ട ആയത്തുകൾ മുഴുവൻ ആദ്യം തന്നെ 1-ാം ആകാശത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ടാണ് മുഹമ്മദിനെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇത് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്
നാടകം അവതരിപ്പിക്കാനായി മുഹമ്മദിനെ ഇങ്ങോട്ട് അയക്കുന്നത്. എന്നിട്ട് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ജിബ്രീലും അള്ളാഹും. എന്തിനു വേണ്ടിയിട്ട്? ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള ആയത്ത് അപ്പോൾ പോയി എടുത്തുകൊണ്ടെന്ന് അവതരിപ്പിക്കാൻ. എന്നിട്ട് ഒരു പ്രശ്നം മുഹമ്മദിൻ്റെ മുമ്പിൽ വരുന്നു. ആ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് അള്ളാഹു നേരത്തെ തയ്യാറാക്കി വെച്ച കിതാബിലെ ആയത്ത് ജിബ്രീൽ കൊണ്ടുവരുന്നു, അവതരിപ്പിക്കുന്നു, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് എന്നായിരുന്നു അവകാശവാദം. പക്ഷേ ഖുർആനിൽ പല കാര്യങ്ങളും അങ്ങനെ അല്ല നമ്മൾ കാണുന്നത്. ഒരാശയക്കുഴപ്പത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ ആ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ചില മണ്ടത്തരങ്ങൾ പറയുകയും അല്ലെങ്കിൽ തൽക്കാലം ചില ഇടക്കാല നിർദ്ദേശങ്ങൾ നൽകുകയും എന്നിട്ട് സമയമെടുക്കുകയും കുറേ ആലോചിച്ചതിന് ശേഷം പിന്നീട് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. സർവജ്ഞാനിയായ പടച്ചോൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു കിതാബിൽ നിന്ന് അങ്ങനെ ഇടക്കാല ഉത്തരവുകൾ ഇറക്കേണ്ട, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പെൻഡിങ്ങിൽ വെച്ചിട്ട് പിന്നീട് ഒറിജിനൽ നിയമം ഇറക്കേണ്ട എന്താവശ്യമുള്ളത്? ജിബ്രീൽ ആകാശത്ത് പോയിട്ടാണ് ഈ ആയത്തും കൊണ്ടുവരുന്നത്. ഈ ആയത്ത് കൊണ്ടുവരാൻ വേണ്ടി ഏതായാലും മെനക്കെട്ട് ആകാശം വരെ പോകുന്ന ജിബ്രീലിനെ ഇതൊന്നും എടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആയത്ത് കൊണ്ടുവരുന്നതിന് പകരം യഥാർത്ഥത്തിൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്താണോ ആ ശിക്ഷയുടെ ആയത്ത് ഇങ്ങോട്ട് ഇറക്കിയാൽ പോരെ. അങ്ങനെ ഇറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പെൻഡിങ്ങിൽ വെക്കുന്ന ആയത്തിന് ശേഷം ഇറക്കിയ രണ്ടായത്തുകൾ, ആ രണ്ടായത്തുകളും പിന്നെ ക്യാൻസൽ ചെയ്തിട്ട് മൂന്നാമതായത്ത് ഇറക്കി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യഭിചാരത്തിന് എന്ത് ശിക്ഷ നൽകണമെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു നിയമപ്രശ്നം എങ്ങനെയാണ് ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പരിശോധിച്ചാൽ തന്നെ ഖുർആൻ്റെ ഉറവിടം പരിമിത ബുദ്ധിയുള്ള മനുഷ്യനാണോ അതോ സർവജ്ഞാനിയായ ദൈവമാണോ എന്ന് പരിമിത ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ പെൻഡിങ്ങിൽ വെച്ച ആയത്ത് പിന്നീട് ക്യാൻസലാക്കി, പിന്നെ അത് ആവശ്യമില്ലാതായി, ഒറിജിനൽ നിയമം പിന്നീട് വന്നപ്പോൾ എന്നാണ് ഖുർആൻ്റെ വ്യാഖ്യാതാക്കളെല്ലാം എഴുതി വച്ചിട്ടുള്ളത്. ന്യായമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് സ്ത്രീകളോട് നീതിയോടും സൗമ്യമായും പെരുമാറണമെന്ന് ഉണർത്തിയ ശേഷം അവരിൽ നിന്ന് ദുർവൃത്തി കണ്ടാൽ കർശനമായി തന്നെ പെരുമാറണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ഒരു സ്ത്രീ വ്യഭിചരിച്ചെന്ന് മതിയായ തെളിവ് മൂലം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ മരണം വരെയോ മറ്റൊരു മാർഗം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് വരെയോ വീട്ടിൽ തന്നെ തടഞ്ഞു വെക്കണമെന്നായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ വിധി. പിന്നീട് സൂറത്തു നൂർ അവതരിപ്പിച്ചപ്പോൾ നബി പറഞ്ഞു, എന്നിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക, അള്ളാഹു അവർക്കൊരു മാർഗം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. തുടർന്ന് അവിവാഹിതർ വ്യഭിചരിച്ചാൽ 100 വീതം അടിശിക്ഷയും 1 കൊല്ലം നാടുകടത്തലുമാണെന്നും വിവാഹവും സംയോഗവും നടത്തിയവർ വ്യഭിചരിച്ചാൽ 100 വീതം അടിയും എറിഞ്ഞുകൊല്ലലുമാണെന്നും നബി വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ നബി വിശദീകരിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഒരു പെൻഡിങ്ങിൽ ഇറക്കാൻ വേണ്ടി ഒരു ആയത്ത് ഇറക്കി വെച്ചതിന് ശേഷം ആ പെൻഡിങ്ങിൽ ഇറക്കിയ ആയത്തിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് യഥാർത്ഥ നിയമമായിട്ട് അള്ളാഹു ഇറക്കി എന്ന് പറയുന്നതിന് പകരം അള്ളാഹു ഒന്ന് ഇറക്കുകയും ഒന്ന് നബി വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്താണ് അള്ളാഹു ഇറക്കിയത്? അള്ളാഹു ഇറക്കിയത് വ്യഭിചാരം ചെയ്ത സ്ത്രീക്കും പുരുഷനും 100 ചാട്ടവാറടിയും 1 കൊല്ലത്തെ നാടുകടത്തലും ശിക്ഷ എന്ന്. എന്നാൽ വിവാഹിതരല്ലാത്ത ആളുകൾക്കാണ് ഈ പറഞ്ഞത് ബാധകം എന്നും അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത് എന്നും നബി വിശദീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അത് നബി വിശദീകരിച്ചതല്ല യഥാർത്ഥത്തിൽ, അത് അള്ളാഹു ഖുർആനിൽ ഇറക്കിയതാണ്. പക്ഷേ ഇന്നത്തെ ഖുർആനിൽ അത് ഇല്ല. നബി വിശദീകരിച്ചു എന്ന് പറയേണ്ടി വന്നത് ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം അപ്രസക്തമായ ഒരു കാര്യം പെൻഡിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇറക്കുക, നിങ്ങളവരെ വീട്ടുതടങ്കലിൽ വെച്ചോളൂ, മരിക്കോളം അവിടെ കിടന്ന് ചത്തോട്ടെ, അല്ലെങ്കിൽ അള്ളാൻ്റെ നിയമം വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് തടവിലിടാൻ പറയുക. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അവരെ പിടിച്ച് 100 ചാട്ടവാറടിയും 1 കൊല്ലത്തെ നാട് കടത്തലുമാണ് ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് അടി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ഒരായത്ത് വരുന്നു. എറിഞ്ഞു കൊല്ലണം എന്നുള്ള ഒരായത്ത് വരുമ്പോൾ എറിഞ്ഞു കൊല്ലൽ വിവാഹിതർക്കുള്ളതാണെന്നും ചാട്ടവാറടി വിവാഹം ചെയ്യാത്തവർക്കുള്ള കന്യകമാർക്കും അതുപോലെ വിവാഹം ചെയ്യാത്തവർക്കും ഉള്ളതാണ് എന്നും ഒരു വിശദീകരണം നബിയുടെ വക കൊടുക്കുക. അത് ഖുർആനിലില്ല. അങ്ങനെ മൂന്നാമത് വന്ന എറിഞ്ഞു കൊല്ലുന്ന ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ പറയുന്നു.
ഖലീഫ ഉമർ അത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എറിഞ്ഞു കൊല്ലൽ നബി നടപ്പിലാക്കി എന്ന് പറയുന്നു, ഖലീഫമാർ നടപ്പിലാക്കി എന്ന് പറയുന്നു. ഇന്നും ഇസ്ലാമിൻ്റെ നിയമമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക നിയമം നടപ്പിലുള്ള പല രാജ്യങ്ങളിലും ഇന്നും വ്യഭിചാരത്തിന് വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന ശിക്ഷ നടപ്പിലാക്കുന്നു. പക്ഷേ അത് ഖുർആനിലില്ല. ഖുർആനിൽ ഒരായത്ത് ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ ദുരൂഹമായിട്ടുള്ള നിരവധി അഭിപ്രായങ്ങൾ കാണാം. അതിലൊരഭിപ്രായം നബി മരിച്ച ദിവസം നബിയുടെ വീട്ടിൽ നിന്ന് ആട് തിന്നുപോയി എന്നാണ്, എന്ന് ആയിഷ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസാണ് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ളത്. വേറെ ചില അഭിപ്രായങ്ങൾ കഴുതകളെപ്പോലെ മനുഷ്യന്മാരിങ്ങനെ ഇണ ചേർന്നിരിക്കുന്ന ഒരു കാലത്ത് ഈ ആയത്തൊന്നും ഖുർആനിൽ ഉൾപ്പെടുത്തണ്ട എന്ന് ചില സഹാബിമാർ ആവശ്യപ്പെട്ടപ്പോൾ ഖുർആൻ ക്രോഡീകരിച്ച ആളുകൾ അത് മുക്കി എന്നാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ച് ഉലൂമുൽ ഖുർആൻ എന്ന വിജ്ഞാന ശാഖയിലെ പ്രധാനപ്പെട്ട ഇത്ഖാൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. ഖലീഫ ഉമർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. അള്ളാഹിൻ്റെ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നു, എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആയത്തുണ്ടായിരുന്നു. ആ ആയത്ത് ഇപ്പോൾ ഖുർആനിൽ കാണാനില്ല. ഖുർആനിൽ അതില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല എന്ന് നാളെ ആൾക്കാർ പറയാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബേജാറായി ഉമർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. കുറേ ഹദീസുകളിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പടച്ചോൻ വളരെ ഗുരുതരമായ മനുഷ്യനെ എറിഞ്ഞു കൊല്ലുക, മനുഷ്യനെ ചാട്ടവാറടി അടിക്കുക തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം ഗുരുതരമായ ശിക്ഷ, അതും നിസ്സാരമായ കുറ്റത്തിന് അവതരിപ്പിച്ചതിൻ്റെ കോലമാണ് ഈ കാണുന്നത്. എത്ര അലംഭാവത്തോടു കൂടി, എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു പടച്ചോനും ദൂതനും ഈ കിതാബും ഈ മതവും ഉണ്ടാക്കിയത് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇവിടെ വ്യഭിചാരത്തിന് 4 സാക്ഷി വേണം എന്ന വേറൊരു കോമഡിയും പറയുന്നുണ്ട്. ആരാണ് വ്യഭിചരിക്കുമ്പോൾ 4 സാക്ഷികളെ 4 മൂലക്ക് നിർത്തിയിട്ട് ഈ പണി ചെയ്യുക? വ്യഭിചരിക്കുന്ന രണ്ടാളും പരസ്പരം സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതാരും കാണാതെ ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അവിടെ സാക്ഷി ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ ഇവിടെ വേറൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. ഇന്നും ലോകത്ത് മനുഷ്യർ ഏറ്റവും വലിയൊരു ക്രൈമായിട്ട് കാണുന്നൊരു കാര്യമാണ് സമ്മതം കൂടാതെ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ലൈംഗികമായി അതിക്രമം കാണിക്കുക, ബലാത്സംഗം ചെയ്യുക എന്നുള്ളത്. ആ ബലാത്സംഗത്തെക്കുറിച്ച് ഈ ഖുർആനിലോ ഹദീസിലോ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. ബലാത്സംഗം ചെയ്യുന്നിടത്ത് 4 സാക്ഷി ഉണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നം പറഞ്ഞിട്ടില്ല. സ്ത്രീക്ക് സമ്മതമില്ലാതെ ഒരു പുരുഷൻ അവളുടെ ശരീരത്തിൽ ബലം പ്രയോഗിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബലാത്സംഗത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീ എറിഞ്ഞു കൊല്ലപ്പെടാനാണ് ഇസ്ലാമിക നിയമത്തിൽ സാധ്യത കൂടുതലുള്ളത്. കാരണം അവിടെ ഗർഭിണിയാവുന്നതോടുകൂടി തെളിവ് വന്നു കഴിഞ്ഞു. അത് ബലാത്സംഗമായിരുന്നോ വ്യഭിചാരമായിരുന്നോ എന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല. സ്ത്രീ അങ്ങനെ അവകാശപ്പെട്ടാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയാണ് എന്നതുകൊണ്ട് സംഭവം നടന്നു എന്നതിൻ്റെ തെളിവായി അതിൻ്റെ പേരിൽ എറിഞ്ഞു കൊല്ലുകയോ അല്ലെങ്കിൽ അത്തരം ശിക്ഷ നൽകുകയോ ചെയ്തിരുന്നു എന്ന്. ഇങ്ങനെയാണോ ഒരു ദൈവം ഒരു പുസ്തകം ഇറക്കിയിട്ട് ഒരു മതമുണ്ടാക്കി കൊടുക്കുക മനുഷ്യർക്ക്? സാമാന്യ യുക്തി പ്രയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം മതി ഖുർആൻ്റെ ദൈവീകത എന്ന് പറയുന്ന സോപ്പ് കുമിളയെ പൊട്ടിച്ച് കളയാൻ. ഖുർആനും ഹദീസും കൂടിയായിട്ട് മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം വിളമ്പി തന്നിട്ടുണ്ട് ഇസ്ലാമിൽ. പക്ഷേ അത്യന്തം ഗുരുതരമായ ഒരു വിഷയത്തിൽ ഇത്രയും നിരുത്തരവാദപരമായി, ഇത്രയും വെളിവില്ലാത്ത കാര്യങ്ങളാണ് ഈ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്, എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ നിയമങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇതേ വിഷയം നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ആയത്തുകളൊക്കെ ഇനിയും ഇതിൽ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത വാക്യം മുതൽ നമുക്ക് ചർച്ച തുടരാം.